പാകിസ്ഥാനിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഭാവി ഭീകരരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ ഇനിയും കഴിയില്ല എന്ന് പറയുകയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ മുൻ പ്രസിഡന്റായ ബിലാവൽ ഭൂട്ടോ. ഈ ഭീകരർ കാരണം രണ്ട് ആണവായുധ രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ്റെ ISIയും ഇന്ത്യയുടെ റോയും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ദക്ഷിണേഷ്യയിൽ തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയാൻ കഴിയുമെന്നാണ് ബിലാവൽ ഭൂട്ടോ പറയുന്നത്. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഈ പ്രസ്താവന. ലോകമെമ്പാടും തീവ്രവാദം അതിവേഗം പടരുന്നു എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പാകിസ്ഥാൻ ഈ തീവ്രവാദത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് എന്നതും ഒരു സത്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ PPP പാർട്ടിയുടെ പ്രസിഡന്റും മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോക്കും തീവ്രവാദം ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് തീവ്രവാദം തടയാൻ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ബിലാവൽ ഭൂട്ടോ ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം ബിലാവൽ ഭൂട്ടോയാണ് പാകിസ്ഥാൻ്റെ ഉന്നതതല പ്രതിനിധി സംഘത്തെ നയിക്കുന്നത്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് ISIയും റോയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യം മുന്നോട്ട് വെച്ചത്. ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും തയ്യാറാണെന്നും ബിലാവൽ പറയുന്നു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു. മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കീഴിൽ പാകിസ്ഥാനിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ പ്രകോപിതരായ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു. തുടർന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ 11 വ്യോമത്താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം ഉണ്ടാകുമ്പോഴെല്ലാം ഇന്ത്യയെ പരിഹസിച്ചിരുന്ന ആളായിരുന്നു ബിലാവൽ ഭൂട്ടോ. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ ആക്രമണവും ബ്രഹ്മോസ് അടക്കമുള്ള മാരകമായ ആയുധങ്ങളുടെ പ്രഹരശേഷിയും നേരിട്ട് കണ്ടതോടെ അദ്ദേഹം ഇപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ട് രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ പാകിസ്ഥാന് പറയാൻ കഴിയും. ഇന്ത്യയുടെ റോ എന്നത് അങ്ങേയറ്റം മിടുക്കന്മാരായ മികച്ച പരിശീലനം നേടിയ ഒരു കൂട്ടം ആളുകൾ മാത്രമുള്ള ഏജൻസിയാണ്. നേരെ മറിച്ച് ISI എന്ന തട്ടിക്കൂട്ട് അന്വേഷണ ഏജൻസിയിൽ അതിൽ തീവ്രവാദികൾ ഇല്ലെന്ന് ഒരു ഉറപ്പ് പറയാൻ പോലും പാകിസ്ഥാന് സാധിക്കില്ല. അതുകൊണ്ട് ബിലാവൽ ഭൂട്ടോ നടത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ ഇന്ത്യയുടെ മാരകമായ പ്രഹരശേഷി കണ്ട് ഭയന്ന ഒരു പാകിസ്ഥാനിയുടെ രോദനമായി മാത്രം കണക്കാക്കിയാൽ മതി.